ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇൻ ദിസ് റെസിപ്പി ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് വളരെ ഡെലീഷ്യസ് ആയിട്ടുള്ള കൊറിയൻ ചിക്കൻ ഫ്രൈഡ് റെസിപ്പിയാണ്. ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. മാത്രമല്ല എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടുകയും ചെയ്യും. എസ്പെഷ്യലി കുട്ടികൾക്ക് ചൈനീസ് വിഭവങ്ങളും കൊറിയൻ വിഭവങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്ന എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ചിക്കൻ ഫ്രൈ തന്നെയാണിത്. ഇത് ഫ്രൈഡ് റൈസിൻ്റെയൊക്കെ കൂടെ സെർവ് ചെയ്യാനായിട്ട് വളരെ ടേസ്റ്റിയാണ്. സോ ഞാനിന്ന് ഫ്രൈഡ് റൈസിൻ്റെ കൂടെയാണ് ഇത് സെർവ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈസി ആയിട്ടുള്ള ഈ ഒരു കൊറിയൻ ചിക്കൻ ഫ്രൈ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയിട്ട് വരാം. ഞാനിവിടെ എടുത്തിട്ടുള്ളത് 5 വിങ്സ് ആണ്, തൊലിയോട് കൂടിയിട്ടുള്ളത്. ഇങ്ങനെ സൂപ്പർ മാർക്കറ്റിൽ പറയുകയാണെങ്കിൽ നമുക്ക് വാങ്ങാനായിട്ട് കിട്ടും കേട്ടോ. നല്ലപോലെ കഴുകി വൃത്തിയാക്കി എടുക്കുക. വിങ്സ് ആണ് ഏറ്റവും ടേസ്റ്റ് ഈ ഒരു ഫ്രൈ ഉണ്ടാക്കുമ്പോൾ, അതുകൊണ്ടിട്ടാണ് ഇതെടുത്തത്. മാരിനേറ്റ് ചെയ്യാം. ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് മുളക് പൊടി ചേർക്കുമ്പോൾ കാശ്മീരി ചില്ലി പൗഡർ ചേർക്കുകയാണെങ്കിൽ നാച്ചുറൽ കളറായിട്ട് തന്നെ നല്ല റെഡിഷ് കളറിലേക്ക് കിട്ടും. കളർ ചേർക്കേണ്ട ആവശ്യം വരുന്നില്ല. സോ 2 ടേബിൾ സ്പൂണോളം കാശ്മീരി ചില്ലി പൗഡർ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യത്തിന് സാധാരണ മുളക് പൊടി ചേർക്കാം. എരിവിന് ആവശ്യത്തിന് പെപ്പർ, കുരുമുളക് പൊടി, പിന്നെ ഇത് നല്ല ക്രിസ്പി ആയിട്ടിരിക്കാൻ വേണ്ടി 1.25 ടേബിൾ സ്പൂണോളം കോൺഫ്ലോർ ചേർക്കുന്നുണ്ട്. ഇതിനെയൊക്കെ ഒന്ന് ബൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് 2 ടേബിൾ സ്പൂണോളം മൈദപ്പൊടിയും കൂടി ഇതിലേക്ക് ചേർക്കണം. പിന്നെ നല്ലൊരു സ്വാദിന് വേണ്ടിയിട്ട് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് 1.5 ടീസ്പൂൺ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി മിക്സ് ആക്കണ്ടേ. അപ്പോൾ വെള്ളം ഒഴിച്ചിട്ടല്ല മിക്സ് ആക്കുന്നത്, 2 മുട്ട ഉപയോഗിച്ചിട്ടാണ്. സോ 2 മുട്ടയും ഞാൻ ഇതിലേക്ക് പൊട്ടിച്ചൊഴിക്കുന്നുണ്ട്. എന്നിട്ട് കൈ വെച്ച് നല്ല പോലെ അങ്ങ് മിക്സ് ചെയ്ത് ഇതിലേക്ക് അങ്ങ് പിടിപ്പിക്കാം. സോ അതാണ് നെക്സ്റ്റ് ടാസ്ക് എന്ന് പറയുന്നത്. അപ്പോൾ കൈ തന്നെ ഉപയോഗിക്കാം. കൈ ഉപയോഗിച്ചാലാണ് നല്ല പോലെ കോട്ടായി വരുള്ളൂ. മുട്ടയുടെ ഉണ്ണിയൊക്കെ പൊട്ടിച്ചിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് അങ്ങ് മിക്സ് ആക്കി കഴിയുമ്പോൾ ഇതേപോലെ ഇരിക്കും. നല്ല ക്രീമി ആയിട്ടുള്ള ഒരു മാരിനേഷനാണ് വന്നിട്ടുള്ളത്. ഇതൊരു 20 മിനിറ്റ് ഇതേപോലെ വച്ചേക്കുക, ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം 20 മിനിറ്റ് കഴിയുമ്പോഴേക്കും ഇതേപോലെ നല്ല പോലെ ഒട്ടിയിട്ടുണ്ടാവും. ഈ ഒരു മസാലയൊക്കെ ഇതിലേക്ക് നല്ലപോലെ പിടിച്ചിട്ടുണ്ടാവും. പിടിക്കാത്ത ഭാഗത്ത് നമ്മളൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് വേണം പൊരിക്കാനായിട്ട്. പിന്നെ ഇത് പൊരിക്കാൻ നേരത്ത് അവസാന നിമിഷം മതി കേട്ടോ, ഒരല്പം ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടേബിൾ സ്പൂണോളം കൊടുത്തിട്ടുണ്ട്. നല്ലപോലെ മിക്സ് ചെയ്ത ശേഷം നമുക്കിത് പൊരിക്കാനായിട്ട് ഇടാം. വേണമെങ്കിൽ ഒറ്റ വട്ടമായിട്ട് ഫുള്ളി പൊരിച്ചെടുക്കാം, അല്ലെങ്കിൽ 2 വട്ടമായിട്ട് പൊരിക്കാം. ഞാനിവിടെ ചെയ്യുന്നത് ഡബിൾ ഫ്രൈയിങ് മെത്തേഡാണ്. അതായത് ആദ്യം ഒന്ന് ഫ്രൈ ചെയ്യും. നമ്മൾ ഫ്രഞ്ച് ഫ്രൈസ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ ചെയ്യുന്നത് പോലെ തന്നെ ഒന്ന് ഫ്രൈ ചെയ്ത് എടുത്തിട്ട് ഒന്ന് ആറിക്കഴിയുമ്പോഴേക്കും വീണ്ടും രണ്ടാമത് ഫ്രൈ ചെയ്യുകയാണ്. അങ്ങനെ ആകുമ്പോൾ പുറത്ത് കുറച്ച് നേരം ഇരുന്നാൽ കൂടി നല്ല ക്രിസ്പി ആയിട്ട് നമ്മുടെ ഈ ചിക്കൻ ഇരിക്കും. സോ ഇത് നല്ലപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഏകദേശം ഇതേപോലെ ഗോൾഡൻ കളറിലേക്ക് വന്ന് നന്നായിട്ടൊന്ന് ഫ്രൈ ആയ ശേഷമാണ് ഞാൻ എടുത്ത് മാറ്റുന്നത്. എന്നിട്ട് അടുത്ത ബാച്ച് വറുക്കുകയാണ് ചെയ്യുന്നത്. സോ ചിക്കൻ എല്ലാം കൂടി ഒരുമിച്ചിട്ട് വറുക്കാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. കുറച്ച് ഗ്യാപ്പൊക്കെ കൊടുത്തിട്ട് വേണം ഇടാനായിട്ട്. സോ അതുകൊണ്ടാണ് 3 ഇട്ടത്. നല്ലൊരു കളറിൽ യൂണിഫോം ആയിട്ട് പൊരിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. നല്ലപോലെ ഫ്രൈ ആയിട്ടുണ്ട്. സോ ഞാനിത് എടുത്ത് മാറ്റി വയ്ക്കുകയാണ്. എന്നിട്ട് നമുക്ക് മസാല പ്രിപ്പയർ ചെയ്യാനായിട്ട് പോവാം. സോ ചൈനീസ് വിഭവങ്ങളും കൊറിയൻ വിഭവങ്ങളൊക്കെ ഹൈ ഹീറ്റിൽ ഉണ്ടാക്കുന്നതാണ് ഏറ്റവും നല്ലത്. സോ ഞാനിവിടെ മീഡിയം ടു ഹൈ ആയിട്ടുള്ള ഫ്ലെയിമാണ് ഇട്ടിട്ടുള്ളത്. സോ ഇതിലേക്ക് ഞാൻ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് ഗാർലിക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ എണ്ണയൊന്ന് ചൂടായി കഴിയുമ്പോൾ കോക്കനട്ട് ഓയിൽ ഉപയോഗിക്കരുത്. അപ്പോൾ നമ്മുടെ ഈ ഒരു ഡിഷിൻ്റെ ടേസ്റ്റ് തന്നെ മാറിപ്പോവും. സോ നന്നായിട്ട് ചൂടായപ്പോൾ ഗാർലിക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ എടുക്കുന്ന ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് എടുത്തോളൂ കേട്ടോ ഈ ഗാർലിക്കിൻ്റെ അളവൊക്കെ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വരട്ടെ. നല്ലപോലെ ഫ്രൈ ആവേണ്ട ആവശ്യമില്ല. നന്നായി ചൂടായി പച്ചമണം മാറുമ്പോൾ തന്നെ ഇതിലേക്ക് ആവശ്യത്തിന് ടൊമാറ്റോ സോസ് ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ 4 ടേബിൾ സ്പൂൺ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂണോളം സോയാ സോസും കൂടി ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു 2 ടേബിൾ സ്പൂണോളം ഗ്രീൻ ചില്ലി ആണ് ഞാൻ ചേർത്തിട്ടുള്ളത്. റെഡ് ചില്ലി ആയാലും മതി. നല്ല പോലെ തന്നെ ആ ഒരു ഹൈ ഫ്ലെയിമിലിട്ടിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. മിക്സ് ചെയ്യുമ്പോൾ ടേസ്റ്റ് ചെയ്ത് നോക്കുക എന്തെങ്കിലും കുറവുണ്ടോ എന്നുള്ളത്. നമ്മുടെ ഈ സോസിനൊക്കെ തന്നെ ഉപ്പുണ്ട്, അതുകൊണ്ടിട്ടാണ് ഞാൻ ഉപ്പ് എക്സ്ട്രാ ആഡ് ചെയ്യാത്തത്. സോ നല്ലപോലെ മിക്സ് ചെയ്ത് കഴിഞ്ഞപ്പോൾ കോട്ടിങ്ങിന് പാകത്തിനുള്ള സോസ് ഉണ്ടായിരുന്നില്ല. സോ ഞാൻ എന്ത് ചെയ്തു, ഞാൻ കുറച്ചും കൂടി ടൊമാറ്റോ സോസ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. സോ അങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ നല്ലൊരു ലൂസ് കൺസിസ്റ്റൻസി വരും. അപ്പോൾ പുളിയുടെ കാര്യമൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് വേണം ഇതെല്ലാം ആഡ് ചെയ്യാനായിട്ട്. അപ്പോൾ ആ ഒരു സ്വാദ് അറിയാമല്ലോ, ചില്ലി ചിക്കനൊക്കെ ഉണ്ടാക്കുമ്പോൾ ഉള്ള അതേപോലത്തെ ആ ഒരു ടേസ്റ്റിലേക്ക്
നമുക്കിതിനെ കൊണ്ടുവരാം. കുറച്ച് പുളി മുന്നേ നിന്നാലും കുഴപ്പമില്ല, നല്ലതാണ് ഈ ഒരു കൊറിയൻ ചിക്കൻ ഫ്രൈക്ക്. സോ എല്ലാം ഒന്ന് മിക്സായി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞാൻ ഇതിലേക്ക് വൈറ്റ് സീസയും ചേർത്തിട്ടുണ്ട്. നമ്മൾ ബണ്ണൊക്കെ വാങ്ങുമ്പോൾ അതിൻ്റെ പുറത്തൊക്കെ കാണാൻ പറ്റില്ലേ, ആ ഒരു എള്ളാണ്, വൈറ്റ് എള്ളാണ്, അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നല്ലപോലെ മിക്സ് ചെയ്യുക. സോ ഈ ഒരു വൈറ്റ് എള്ള് ചേർക്കുമ്പോഴാണ് കൊറിയൻ ചിക്കൻ ഫ്രൈയുടെ ഒരു ലുക്ക് വരുന്നത്. അപ്പോൾ അതും കൂടി മിക്സ് ചെയ്ത് ഇതേപോലെ അങ്ങ് ഇളക്കി കൊടുക്കുക. ഫുള്ളി നമ്മുടെ ഈ ഒരു സോസ് ഇതിലേക്ക് കോട്ടായിട്ടുണ്ട്. ഇപ്പോൾ കളറൊക്കെ മാറി അടിപൊളിയാണ്. അപ്പോൾ ഇനി റെഡി ടു ഈറ്റ് ആണ്. ചൂടോടെ തന്നെ കഴിക്കുക. നല്ല ക്രഞ്ചി, അതിൻ്റെ കൂടെ തന്നെ പുളിയും എരിവും ആ സീസേമിൻ്റെയൊക്കെ ഒരു ടേസ്റ്റും ഒക്കെ ഉള്ള അടിപൊളിയായിട്ടുള്ള ഒരു ചിക്കൻ ഫ്രൈ ആണ്. കൊറിയൻ വിഭവങ്ങൾ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഇത് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. നിങ്ങൾ ഒരു വട്ടമെങ്കിലും ഇതൊന്ന് ഉണ്ടാക്കി നോക്കുക, എല്ലാവർക്കും ഇഷ്ടമാവും. അപ്പോൾ അടുത്തൊരു അടിപൊളി വീഡിയോയിൽ വീണ്ടും കാണാം. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഒന്ന് ലൈക്കും കൂടി ചെയ്യാം കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും എല്ലാവരും എൻജോയ് ചെയ്യുക. ബൈ.